ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം SUT ആശുപത്രിയുടെ സമീപമാണ്. ഈ ആശുപത്രിയിലാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരോഗ്യസ്ഥിതിയിൽ നല്ല പുരോഗതി ഉണ്ടായിരുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടത് പ്രകാരം അതിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് 11 മണിയോട് കൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി തുടങ്ങിയത്. അതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടേഴ്സാണ് ഇന്നിവിടെ എത്തുന്നതും അതിനോടനുബന്ധിച്ച് ബോർഡ് യോഗം ചേരുന്നതും മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം പുറത്തുവിടും. എന്തായാലും നിർണായകമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിനായിരിക്കും പുറത്തുവിടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് ആയിരുന്നു അദ്ദേഹത്തിന് നടത്തിയിരുന്നത്. എന്നാൽ ഈ ശ്വാസോച്ഛ്വാസം അതുപോലെ തന്നെ ഹൃദയാഘാതവും സ്വമേധ എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല ഇപ്പോൾ നിലവിലുള്ളത്. കൂടാതെ അദ്ദേഹത്തിന്റെ മകൻ കഴിഞ്ഞ ൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു. പോസ്റ്റിൽ പറയുന്നത് അച്ഛൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നായിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് പറയുന്നത് പ്രകാരം അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് പ്രതീക്ഷയുണ്ട്. കൂടുതൽ വിശദീകരണങ്ങൾ ലഭിക്കണമെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിടണം. ഡോക്ടേഴ്സ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ അല്പസമയത്തിനകം ചേരും. മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം മാത്രമേ കൃത്യമായ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിടുകയും അതിനോടനുബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകാൻ കഴിയുകയുമുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് ശ്വാസോച്ഛ്വാസം അതുപോലെ തന്നെ ഹൃദയാഘാതം എന്നിവയൊക്കെ സ്വമേധയായി എടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത്. ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹം ശ്വാസോച്ഛ്വാസമൊക്കെ എടുക്കുന്നത്. എന്തായാലും പ്രതീക്ഷയുണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കൂടുതൽ വിശദീകരണങ്ങൾ ലഭിക്കണമെങ്കിൽ എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിന് ശേഷം മാത്രമേ ഇതിലൊരു വ്യക്തത കിട്ടുകയുള്ളൂ. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.